ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 3 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജാണ്. സ്റ്റോറേജിന് നല്ല അത്യാവശ്യമുണ്ട്. കാരണം എനിക്ക് സ്റ്റോറേജ് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇൻവെൻട്രി ലാക്കാണ്. അപ്പോൾ ഈ നമുക്ക് ആദ്യം നമ്മുടെ 9 വുഡ് വെച്ച് തുടങ്ങാം. ഇതിൻ്റെ ഏകദേശം ഒരു പ്ലാനിങ് ഉണ്ട്. അത് ഏകദേശം ഇങ്ങനെയാണ്. അതായത് കുറച്ച് 5-6 ബ്ലോക്ക് വിട്ട് സ്പേസ് വിട്ടിട്ട് പിന്നെ ഒരു 8 ബ്ലോക്ക് വിട്ടില്ലേ അതിങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി നടുവയ്ക്ക് കുറച്ച് പ്ലാങ്ക് നമുക്ക് തിരികെ കൊടുക്കാം. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ് ഔട്ട്ഫുട്ട് വരുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കാണാൻ. പിന്നെ ഫ്ലോർ നമുക്ക് കുഴിച്ചെടുത്തു ആൻഡസൈഡ് സ്ലാബ് വെക്കാൻ കരുതിയിട്ട്. ഇത് വെച്ചാൽ നന്നാവുമെന്ന് എന്തൊക്കെ തോന്നി. അപ്പോൾ ഞാൻ അത് വെക്കാൻ കരുതി. ആൻഡസൈഡ് സ്ലാബ് വെച്ചിട്ട് പിന്നെ നമുക്ക് ജനലും കാര്യങ്ങളൊക്കെ വെക്കണം. ഓക്കെ, ഞാൻ ആൻഡസൈഡ് സ്ലാബ് ഫുള്ളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ജനലും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ വയ്ക്കാം. തൽക്കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത്രയും മതി. പിന്നെ ഈ വീഡിയോ വരാൻ കുറച്ച് വഴുകി, അത് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കോബിൾ സ്റ്റോണും ഡയറൈറ്റൊക്കെ വെച്ച് നമ്മുടെ ഉള്ള ബിൽഡിങ്ങിനേക്കാളും കുറച്ച് വെറൈറ്റി ബിൽഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം നമ്മുടെ ഡയറൈറ്റാണ് ഗീസ്. അതെ, ഞാൻ ഈ ബിൽഡിന് കുറേ ഡയറൈറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡയറൈറ്റും കോബിൾ സ്റ്റോൺ എടുക്കാം. പോണ വഴിക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ കിട്ടി. അത് നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം. ഈ കോബിൾ സ്റ്റോണിൻ്റെ വെയിൻ ഉണ്ടല്ലോ, നല്ല വലുതാണ് ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളെ കുറേ ആൻഡസൈറ്റ് ഉണ്ടാക്കി ഡയറൈറ്റും കോബിൾ സ്റ്റോണും വെച്ചിട്ട് അത് നമ്മൾ റൂഫിൽ വെച്ചു. ഇപ്പോൾ കാണുന്ന അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടെമ്പററി അല്ല പെർമനൻ്റ് ആയിട്ടുള്ള ബിൽഡ് നമുക്ക് ഉണ്ടാക്കാം. ചുറ്റും നമുക്ക് കുറച്ച് ലീഫ് വയ്ക്കാം. ലീഫ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഡയറൈറ്റിൻ്റെ മതിലും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അത് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാൻ ജനലും വെച്ചു, മുകളിൽ ലീഫും കാര്യങ്ങളൊക്കെ വെച്ച് നിരത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിൽഡ് കാണുമെങ്കിൽ രക്ഷയില്ല. പിന്നെ 2 ഡയറൈറ്റ് സ്ലാബ് ഞാൻ വെച്ചു. സൈഡിലിട്ടിട്ട് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് പറഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഈ വീട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ വീട്. അപ്പോൾ എൻ്റെ വേൾഡിൽ 3 ബിൽഡുണ്ട്. ഇതും എൻ്റെ സ്റ്റോറേജും അതും ഫാർമും. ഇനി ഇതിന് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഉള്ള വുഡിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വുഡൊക്കെ ഞാൻ കരിച്ചാണ്ട് കളഞ്ഞിട്ട് ഫുള്ളെടുത്ത് ഞാൻ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നിരത്തി ഉണ്ടാക്കി. എനിക്ക് ഭ്രാന്താണെന്ന് പറയും, പക്ഷെ ചെറുതായിട്ട് ഭ്രാന്താണെങ്കിലും എനിക്ക് ഭ്രാന്തൊന്നുമല്ല ഗൈസ്. ചെസ്റ്റ് ഫുള്ള് വെക്കാം, തികയില്ല എനിക്കറിയാം. എന്നാലും കുറച്ചെങ്കിലും ഷോക്ക് കൊണ്ട് വെക്കാം.